പശ്ചിമബംഗാളിൽ കൂട്ടബലാത്സംഗത്തിനിരയായ അതിജീവിത എന്തിന് രാത്രി 12:30 പുറത്തിറങ്ങിയെന്ന തന്റെ ചോദ്യത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചതാണെന്നാണ് മമതയുടെ വാദം. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിപക്ഷം വൃത്തികെട്ട രാഷ്ട്രീയമാണ് പിന്തുടരുന്നതെന്നും അവർ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ തൃണമൂൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. മമതയുടെ പ്രസ്താവന അപമാനകരമാണെന്നും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും BJP വാദിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകിടം മറിഞ്ഞെന്നും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നുമാണ് CPM പറഞ്ഞത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ 58 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് അഫ്ഗാന്റെ അവകാശവാദം. പാക് ആക്രമണത്തിൽ 9 സൈനികരെ നഷ്ടപ്പെട്ടതായും അഫ്ഗാൻ താലിബാൻ അറിയിച്ചു. സംഘർഷത്തിൽ സമാധാനമായി പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിലും പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുനിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന് ഇന്ത്യയിലുള്ള അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി പറഞ്ഞു. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇതേപോലെ അഫ്ഗാൻ പാക് അതിർത്തിയിലേക്ക് ഡ്യൂറൻ ലൈനിലുള്ള 6 പ്രദേശത്ത് നിന്ന് ഒരേ സമയം ആക്രമണം നടത്തുകയും നിരവധി പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാന്റെ നിരവധി പോസ്റ്റുകളിലേക്ക് ആക്രമണം നടത്തുകയും 58ഓളം പാക് സൈനികരെ കൊന്നു എന്നുള്ളതാണ് അഫ്ഗാൻ താലിബാന്റെ ഒഫീഷ്യൽസ് പറയുന്നത്. എന്നാൽ 23 പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. അതേസമയം തന്നെ 200 അഫ്ഗാനികളെ കൊന്നുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ 9 സൈനികരെ നഷ്ടപ്പെട്ടുവെന്നാണ് താലിബാൻ സൈനികർ പറയുന്നത്. എന്തായാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായി. കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കാബൂളിലേക്ക് ഒരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടിക്ക് അഫ്ഗാൻ താലിബാൻ മുതിർന്നിരിക്കുന്നത്. ഈ പ്രദേശത്ത്, അതായത് ഈ ബോർഡർ പ്രദേശത്ത് അഫ്ഗാന് താല്പര്യമുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോട് താല്പര്യമുള്ള ആളുകൾ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ തെഹ്രീക്ക് താലിബാൻ അഫ്ഗാൻ എന്ന് പറയുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാന്റെ സംഘടന പാകിസ്ഥാനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. പാകിസ്ഥാനോട് അനുകൂലമായ ഒരു നിലപാടല്ല അവരെടുക്കുന്നത്. അവർക്ക് ഏതാണ്ട് ഒരു 5000-ഓളം സൈനികർ ഈ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനുള്ളിലുണ്ട്. അവരെ വെച്ചിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കാബൂളിലേക്ക് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ നേതാവായിട്ടുള്ള നൂർ വാലി മസൂദിനെ വകവരുത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്നത്. ഇതിൽ നൂർ വാലി മസൂദ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും, എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും ആ ഒരു ആക്രമണത്തിന് മറുപടിയായിട്ടാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാവുകയും. എന്തായാലും ഈ വിഷയത്തിൽ സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയിട്ടുള്ള ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇരു ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ വെറുതെ ഇരിക്കില്ലെന്നാണ് അമീർ ഖാൻ മുത്തഖി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അവിടെ ഒരു സംഘർഷമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ഏത് സമയം വേണമോ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് പ്രതിഷേധ സൂചകമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ 5 പ്രധാനപ്പെട്ട ബോർഡറുകൾ അടച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡർ പാകിസ്ഥാൻ അടച്ചിരിക്കുന്നത്. നിലവിൽ ഈ അയൽ രാജ്യങ്ങൾ തമ്മിൽ 2022 മുതൽ തന്നെ ഉള്ള സംഘർഷമാണ്. ആ സംഘർഷം ഇപ്പോൾ രൂക്ഷമായ ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതിൽ ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇന്ത്യയാണെന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ ആക്രമണത്തിൽ ഒരു പങ്കുണ്ടെന്നുള്ള തരത്തിലൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ അഫ്ഗാനിസ്ഥാൻ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങളും സംയമനം പാലിക്കണം. ഇത്തരത്തിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് താൻ ലോകത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. നിലവിൽ 8 യുദ്ധങ്ങൾ, ഇപ്പോൾ ഗാസയിലെ അടക്കം 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. നിലവിൽ ഗാസയുടെ കാര്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ താൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടും. അതും തനിക്ക് നിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. എന്തായാലും നിലവിൽ ഇന്നലെ നടന്ന വലിയൊരു ആക്രമണം, അതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ആ വിഷയത്തിൽ കൂടുതൽ ഇനിയിപ്പോൾ ഒരു ആക്രമണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ പരിഹരിക്കപ്പെടും. ഇല്ല, പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് മുതിരുകയാണെങ്കിൽ
ഈ ആക്രമണങ്ങൾ തുടർന്ന് പോയി അതൊരു യുദ്ധത്തിലേക്ക് മാറാനുള്ള സാഹചര്യവും മുന്നിലുണ്ട്. അനുശ്രീ. അഭിലാഷ്, അതുപോലെ ഈ തിരിച്ചടിക്കാൻ തുനിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്നാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ അഫ്ഗാന്റെ ഭാഗത്തു നിന്നും പ്രശ്നപരിഹാരത്തിനുള്ള ഒരു മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇതിനോടൊക്കെ പാകിസ്ഥാന്റെ ഒരു പ്രതികരണം എന്താണ്? അതേസമയം തന്നെ ട്രംപ് കൂടി ഇതിൽ ഇടപെടാൻ ഒരുങ്ങുന്നു എന്നതും പ്രസക്തമല്ലേ? അനുശ്രീ, ഇതിൽ ട്രംപിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ട്രംപിന് പാകിസ്ഥാനോടൊരു താല്പര്യം കൂടുതലുള്ള ഒരു സമയമാണ്. മാത്രമല്ല ബർഗ്രാം എയർബേസ് അമേരിക്കയ്ക്ക് വേണം. അതായത് ഈ ഏഷ്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ബർഗ്രാം എയർബേസ് എന്ന് പറയുന്നത്. അവിടെ പാകിസ്ഥാൻ അമേരിക്ക 2021 വരെ ആ പ്രദേശത്തുണ്ടായിരുന്നത് അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ബർഗ്രാം എയർബേസ് വേണമെന്നുള്ള ഒരു ആവശ്യം ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ശക്തമായ